നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ താരം ക്ലബ്ബ് വിടുകയാണ്. ആ കാര്യം ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങുന്നു. റെയ്നീർ ജീസസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പം ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ് ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ജേർണലിസ്റ്റ് കാഹെമോറ്റ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫബ്രിസിയോ അത് അറിയിക്കുന്നത്. ഫബ്രിസിയോ പറയുന്നു, റെയ്നീർ ലീവ്സ് റയൽ മാഡ്രിഡ് ആൻഡ് ജോയിൻസ് അത്ലറ്റിക്കോ മിനെയ്റോ, ഡീൽ ഡൺ. റയൽ മാഡ്രിഡ് ലെറ്റ് റെയ്നീർ ലീവ് ഓൺ എ ഫ്രീ ട്രാൻസ്ഫർ വിത്ത് 50% സെൽ ഓൺ ക്ലോസ് ആസ് കൊഹെമോറ്റ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്ത കൊടുക്കുന്നത്. അതായത് റെയ്നീർ ജീസസ് അവിടെ നിന്ന് അത്ലറ്റിക്കോ MGയിലേക്ക് പോവുകയാണ്. 50% സെലോൺ ക്ലോസ് വെച്ചുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫറിലാണ് താരത്തെ റയൽ മാഡ്രിഡ് പോകാൻ അനുവദിക്കുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ സോഴ്സ് കഹെമോട്ടയുടെ റിപ്പോർട്ട്, ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ടറുടെ ആ വാർത്തയിലേക്ക് തന്നെ പോകാം. അതിലദ്ദേഹം പറയുന്നത് റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ MGയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. റെയ്നീർ ജീസസിൻ്റെ കാര്യത്തിൽ സ്പാനിഷ് ക്ലബ്ബ് 50% ഇക്കണോമിക് റൈറ്റ് അദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് സമയത്തേക്ക് 50% ഇക്കണോമിക് റൈറ്റ് അവർ വെച്ചിരിക്കുകയാണ്. 23കാരനായിട്ടുള്ള താരത്തെ ഫ്രീ ട്രാൻസ്ഫറിലാണ് ഇപ്പോൾ അത്ലറ്റിക്കോ MG എത്തിക്കുന്നത്. 4.5 വർഷക്കാലത്തെ കോൺട്രാക്റ്റാണ് അവന് കൊടുക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ചയോടുകൂടി താരം ബ്രസീലിലെത്തും എന്നാണ് ഇപ്പോൾ കഹെമോട്ടയുടെ റിപ്പോർട്ട്. റെയ്നീർ ജീസസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ബ്രസീലിനുണ്ടായിരുന്ന ഒരു കളിക്കാരനാണ്. ഇപ്പോൾ 23 വയസ്സേ ഉള്ളൂ. വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൽ ബ്രസീലിനുണ്ടായിരുന്നു. ബ്രസീലിൻ്റെ യൂത്ത് ടീമുകൾക്ക് വേണ്ടി പൊളിച്ചടുക്കിയ കളി, Under-15, Under-17, Under-23 എല്ലാ ലെവലിലും മികച്ച പ്രകടനം അവൻ നടത്തിയിട്ടുണ്ട്. റോഡ്രിഗോയും വിനിയും ഒക്കെ വിങ്ങർമാരാണല്ലോ. എന്നാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് മൈതാന മധ്യത്തിലൂടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു താരം ഇതാ ബ്രസീലിനായിട്ട് വളർന്നു വരുന്നു എന്നാണ് റെയ്നീർ ജീസസിനെ കുറിച്ച് ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഫ്ലമിംഗോയിൽ നിന്ന് റയൽ മാഡ്രിഡ് അവനെ സ്വന്തമാക്കിയത്. റയൽ മാഡ്രിഡ് ബിയിലേക്ക് അവനെത്തി. പക്ഷെ ഒരിക്കൽ പോലും റയലിൽ അവന് മികവ് കാണിക്കാൻ പറ്റിയില്ല. 2020 റയൽ സ്വന്തമാക്കിയത്. റയൽ അപ്പോൾ തന്നെ കുറച്ച് സമയം അവരുടെ റയൽ മാഡ്രിഡ് ബിയിലുണ്ടായിരുന്നു. പിന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് ലോണിൽ പോയി. 2022 വരെ അവിടെയായിരുന്നു. അതിനുശേഷം ജിറോണയിലേക്ക് ലോണിൽ പോയി. അതിനുശേഷം ഫോഴ്സലോണിലേക്ക് ലോണിൽ പോയി. ഗ്രനഡയിൽ ലോണിൽ പോയി. എവിടെയും അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ളൊരു മികവ് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോഴിതാ വീണ്ടും ബ്രസീലിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. അവിടെ വെച്ച് തൻ്റെ കരിയർ വീണ്ടും റിവൈവ് ചെയ്തെടുക്കാൻ റെയ്നീർ ജീസസിന് കഴിയുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.